നമുക്ക് ലെറ്റർ എച്ച് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇന്നത്തെ ക്രാഫ്റ്റിലെ മെയിൻ ആളെന്ന് പറയുന്നത് ഈ കാണുന്ന കളർ ക്ലേ ആണ്. ഫസ്റ്റ് നമ്മൾ യെല്ലോ ആൻഡ് ബ്രൗൺ ക്ലേ എടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള ഈ ഒരു കളർ ക്ലേ ഉണ്ടല്ലോ, ഇത് വെച്ച് ഞാൻ ഓരോ ഷേപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു. എനിക്കിത് വെച്ച് പ്രോപ്പറായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇതെൻ്റെ കുഴപ്പമാണോ അതോ ഈ ക്ലേയുടെ കുഴപ്പമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഈ ക്ലേ ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. ഈ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പെയിൻറ് ബ്രഷ് ആണ് ഉപയോഗിക്കുന്നത്. പെയിൻറ് ബ്രഷ് ഉപയോഗിച്ച സമയത്ത് അതിലും ഈ ക്ലേ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പ്രശ്നമാണോ എന്നുള്ളതും എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നത്. ഫ്ലവറിൻ്റെ പെറ്റൽസ് ഒക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ആ ഫ്ലവറിൻ്റെ ഉള്ളിലെ ഭാഗം കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ബ്രൗൺ കളർ ക്ലേ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പെറ്റൽസ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ ഫ്ലവറിൻ്റെ നടുഭാഗത്തായിട്ട് കൂർപ്പുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ റെഡി. ഇങ്ങനത്തെ 4 ഫ്ലവേഴ്സാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ലെറ്റർ ഫോണ്ടിൻ്റെ മേലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് തീർന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട.